വർഷം എടുക്കുമ്പോൾ തന്നെ വിഷയം 66:2 എഴുതയും വഹിക്കണം. എഴുതില്ലെങ്കിൽ വചനമൊന്നും ആത്മാവിന് കിട്ടാൻ പോകുന്നില്ല. അതോ ജഡത്തിലെന്ന് പറയാം. എത്ര പേരാ ജഡത്തില്? നാരായണം നമ്മൾ പറയും, അരവിന്ദനം പറയും, എല്ലാം എല്ലാം പറയും. തമാശ പറഞ്ഞ് ചിരിപ്പിക്കും, എല്ലാം ചിരിപ്പിക്കുന്നത്. ചിലപ്പോൾ അവർ കൊണ്ടുവന്ന് 2 സാമുവേൽ 13 കൊണ്ടുവന്നിട്ടൊരു നിങ്ങൾക്ക് ലൗകിക മനുഷ്യർക്ക് ഇഷ്ടമായിരിക്കും. എന്താണത്? അറിയാമോ? ഇല്ല. അതില് റേപ്പുണ്ട്. അതൊക്കെ പിരിച്ച് കേൾപ്പിക്കുമ്പോൾ ലൗകിക മനുഷ്യന് വലിയ കാര്യമായിരിക്കും. 2 പപ്പും സൈഡിൽ കാത്തു. ജ്ഞാനം പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒന്നും അറിയാൻ സാധിക്കില്ല. ജ്ഞാനം 9, 16, 19 അതൊന്ന് വായിക്കാമോ? ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഞാനും ഭൂവാസികളുടെ പാപം നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ള അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ എന്തൊക്കെ പരിശുദ്ധാരി മാത്രം മതിയോ? ഉന്നതത്തിലുള്ള വിഷണം ഞാൻ കഴിയുന്ന ആത്മീയകാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് വിശ്വാസിക്കാന്ന് വിളിച്ചു പറയുന്നത്. വളരെ അടുത്ത കുട്ടിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആത്മാവിൽ വരണം. അതുകൊണ്ടാണ് ആത്മാവും ജഡത്തിനും 2 ഇടത്തെ 4:29 ആത്മാവുള്ളവർ ജഡിയെ 2 ആത്മീയ രഹസ്യങ്ങളെല്ലാം അറിയണം. ഉദാഹരണം റോമ 8:11 എന്താ പറയുന്നത്? യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവർ നിങ്ങളുടെ ഭക്തി ശരീരങ്ങൾക്കും നിങ്ങൾ വർദ്ധിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇന്ന് പോയിട്ട് അതുവെച്ച് പ്രാർത്ഥിക്കാമോ? രാത്രി അതിനിട്ട് അനുഭവിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് കൊണ്ടുതരാമോ? കണ്ടുപിടിക്കണം ആത്മാവിൽ. ഇങ്ങനെ ആത്മാവിൽ വളർന്നു വരുന്നത്. അതുകൊണ്ട് ആത്മാവുകളുടെ കാര്യങ്ങൾ ആത്മാവും വേണം വിവേചിക്കാൻ അറിയാൻ. ഇതുകൊണ്ടാണ് 1 കൊറിന്തോസ് 2:15 പറയുന്നത്. ആത്മാവില് എന്താ പറയുന്നത്? ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല ലോകത്തില്. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരും. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞാണ്. പൗലോസ് ഇതുപോലെ എന്തോ ഈ അപ്പോളോസ് എന്ന് പറയുന്നത് കേട്ടോ? അപ്പോ ഒന്ന് പറയുന്നത് സ്മോൾ ആക്ച്വൽ 5-ാം വാക്യം വായിച്ചിട്ടുണ്ട്. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണെന്ന് ഞാനെങ്കിൽ പൗലോസിന് സ്ഥാനാന്തവും ഏകദേശമുണ്ട്. ഇല്ലേ? ദൈവമാണ്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു. എന്നാൽ ദൈവമാണ് വളർത്തിയത്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു. ആരാ വളർത്തുന്നത്? ഞങ്ങളെങ്ങനെ നട്ടോട്ട് പോയി നിങ്ങളെ നനച്ചോട്ട് വളരുന്നത് ഈശോയാണ്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. ആർക്കാ പ്രാധാന്യം? ദൈവത്തിന്. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. എല്ലാവർക്കും ഒരു എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവ കൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. ഓരോരുത്തർക്ക് കൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ അടിസ്ഥാനമിടണം. അടിസ്ഥാനമാരാണ് കേട്ടോ? മറ്റുള്ളവർ അതിനെ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് ഞാൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആർക്കും സാധിക്കില്ല. ഈശോയുടെ ഈ അപ്പോളോസാണ് നാം കാണുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18 24 തൊട്ട് 28 ഈ 18 അപ്പോളോസ് ആരാധന കാരണം അതേ സമയത്ത് ഒരു അക്കുലായും പ്രസിലായുമുണ്ട്. അക്കുലയുടെ ഭാര്യയാണ് പലരും പറയും സഹോദരങ്ങൾക്ക് ഇല്ലാതെ ചേർന്നു അല്ലേ? ഇവിടെ അപ്പോളോസിന് ആരോ പഠിപ്പിച്ചു കൊടുക്കുന്നു നോക്കി പോകണം കേട്ടോ.
ആയിരൊക്കെ അപ്പോളോ എന്ന പേരുള്ള അലക്സാന്ദ്രിയക്കാരനായ ഒരു യഹൂദൻ എഫോസത്തിൽ വന്നു. അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവതാരം നേടിയതുമായിരുന്നു. കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവനും യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പറയാം, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിച്ചിരുന്നു. പ്രബോധന ഇഷ്ടമല്ലേ വരുന്നുണ്ടോ? ആ എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇതുകൊണ്ടാണ് 2 തിമോത്തി 1:11 ഈ സുവിശേഷത്തിന്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായ ഞാൻ നിയമിതനായിരിക്കുന്നു. അപ്പൊ എന്തെല്ലാം ഉണ്ട്? പ്രഘോഷണമുണ്ട്, പ്രബോധനമുണ്ട്, ആത്മസ്ഥലമുണ്ട്. അപ്പസ്തോലൻ കൊടുക്കുന്ന ആരാണ്? ഈശോയാണ് കൊടുക്കുന്നത്, അല്ലാതെ കപ്പയും കൈക്കണമെന്നല്ല. ഈശോയാണ് കൊടുക്കുന്നത്. 1 Corinthians 12:27-28. അതിനാരും ടെസ്റ്റ് ചെയ്യാൻ നടക്കില്ല. കർത്താവാണ് കൊടുക്കുന്നത്. അതിനെ ടെസ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മികമാണ് കേട്ടോ. അത് ദൈവമാണ് നിങ്ങൾ കരുത് തരുന്നത്. നിങ്ങൾ നേടിയെടുക്കുന്നതാണോ? 2 ലക്ഷം നിങ്ങൾ പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ജ്ഞാനം 7 6 കേട്ടുള്ള വന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് ശക്തിയായി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അങ്ങനെ വിചാരിച്ച് അവിടെയും കിട്ടിയായിരുന്നു. ബൈബിളിൽ മാർക്കോസ് 9:29 നോക്കും ചെന്നിട്ട് ഉപവസവും പണ്ടൊക്കെ ഉണ്ടായിരുന്നു ബൈബിളിൽ. ഇപ്പൊ എല്ലാം നമ്മളെ വീട്ടിലെടുക്കുന്നത് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. പിശാചിന്റെ പ്രവർത്തനം എവിടെയല്ലാണ്ട് അവരാണ് ഏതെങ്കിലും വാക്യം. Acts 13:10 അപ്പോസ്തലപ്രവർത്തനം 11:10 വെച്ചിട്ട് ഒന്ന് ധ്യാനിച്ചാൽ അനേകം പ്രവൃത്തി അവനെ ബന്ധിക്കാനുള്ള വഴിയുണ്ട്. ദൈവത്തിന്റെ എല്ലാ നേർവഴിയായിരിക്കും. നിങ്ങൾ വിശദിക്കാനുള്ളവരെ നിങ്ങൾ ഏത് നന്മ ചെയ്താലും അത് തെറ്റായി വ്യാഖ്യാനിക്കും കേട്ടോ. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് 1 Petrus 2:15 നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട. നന്മ ചെയ്യുമ്പോൾ മോഡലായ മനുഷ്യർക്ക് മൂടിക്കറിയ മനുഷ്യന്മാർ കണ്ടോ. അപ്പൊ ഇനി വായിക്കുക. അപ്പൊ ഈ പത്രോസിനെ കണ്ടില്ലേ? പക്ഷിയിലെയും അഗ്നിയിലായും അവന്റെ പ്രസംഗം കേട്ടു. അപ്പൊ ആരൊക്കെയാണ് എന്റെ പ്രസംഗം കേട്ടത്? വലിയവരല്ലേ അപ്പോളോസ്? ആണോ? അതെ. ആ പ്രസംഗം കേട്ടപ്പോ അവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ആരാണ് പ്രസിഡന്റ്? കൂട്ടിക്കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തത്. അപ്പൊ പ്രസിഡന്റ് എങ്ങനെയിരിക്കും? മനസ്സിലായില്ലേ? ഇതാണ് കൃപ. പ്രസിഡന്റ് കൃപയിലെന്ന് വേണം. കൃപയിലെന്ന് പറഞ്ഞാൽ കേട്ടോ സഹോദരത്തിനും കൊടുക്കും ദൈവം. അപ്പോസ്തല പ്രവർത്തനം 17:17 ആർക്കും തർക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ദാനങ്ങൾ. റോമ 11:29 സഹോദരന്മാർക്ക് അസൂയുണ്ടോ? അവർ അവരെക്കാൾ ശക്തിയായിട്ട് കർത്താവിന് എത്ര പേരായിരുന്നു കൂടെ വന്നു. നിങ്ങളാണെങ്കിൽ 300 ദിനാറ് കൊണ്ട് ബിസിനസ് കിട്ടല്ല. അല്ല കിട്ടും. വീണ്ടും വീണ്ടും ഉണ്ടാക്കണം. 300 ദിനാറ് ഇന്നത്തെ നിലയ്ക്ക് 1 കോടി രൂപ കേട്ടോ. അത് സുഖത്തെയും കർത്താവിന്റെ കാല് ഒഴിച്ചു. അപ്പൊ അല്ലാതെ പറഞ്ഞാൽ യോഹന്നാൻ 12:12 1-8 വരെ നിങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ പോകും പ്രവർത്തിക്കാം, വേഗം വിവരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പറയാം വേഗം അത് ചെയ്യാം. ഈ മദ്യം ഇപ്പൊ തന്നെ എല്ലാം അങ്ങനെ ചെയ്യാം. പാവങ്ങളെ സഹായിക്കാം. പലരും പേര് നിങ്ങളെ വിളിക്കാൻ. എന്തിനാണ് മത്തായി 4:4 ലൂക്ക 4 നിങ്ങൾ വിട്ടുകളയാനാണ്, കൊണ്ടുപോകാനാണ്. വാശനത്തിന് വിളിച്ചോളൂടെ എല്ലാത്തിനും. എല്ലാവരും ഭജനാരാണ് വിശ്വസിക്കുന്നുണ്ടോ? ആ വചനം ആദ്യം ദൈവത്തോട് കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ 25 പ്രാവശ്യം വായിച്ചാലും നിങ്ങളുടെ ആത്മീയശക്തി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ധ്യാനം പോലും അത് കല്യാണം വരുമ്പോൾ മുഖത്തെ കുടിക്കും. എല്ലാ കാര്യമായിട്ട് പറയും ഞങ്ങൾ ഭർത്താവിനാണെന്നും പറയും കേട്ടോ. ആകെ ഗലാത്യ 2:10 പുസ്തകം കൊടുത്തത് പാവങ്ങളുടെ കരുണയുണ്ടാകാമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പ്രാർത്ഥനാ ബുദ്ധി എല്ലാവരും വേണം.
പാപം വേണം, പ്രമാണം വേണം, വിഗ്രഹമാസം വേണം, പിന്നെ എല്ലാം വേണം. യഥാർത്ഥ ആശയം 17-21 വേണം പ്രാർത്ഥന പാലിച്ചിരിക്കും. അത് എത്രത്തോളം നടന്നു 13 തന്നെയാവും. അങ്ങനെയെങ്കിലും പഠിക്കട്ടെ. വിഗ്രഹാരാധന, ആവിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. മത്സരമുണ്ടോ? ഒന്നും പാടില്ല. അങ്ങനെയാണ് കർത്താവ്